Good morning all. എൻ്റെ പേര് ജോബ് മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 29 ഏപ്രിൽ 2025 ചൊവ്വാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലത്തെ ട്രേഡിംഗ് ദിവസം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഇത്രയ്ക്കും ഉയരാൻ കാരണം റിലയൻസിന്റെ Q4 റിസൾട്ട് വന്നിരുന്നു. അപ്പം അതിൽ നല്ലൊരു പോസിറ്റീവ് ഉള്ള കാരണമാണ് നിഫ്റ്റി ഇത്രയേറെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഏകദേശം 289 പോയിന്റ്, അതായത് 1.2% ഹൈക്കിലാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 768 പോയിന്റ്, അതായത് 1.4%ലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി സെൻസെക്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 1005 പോയിന്റ്, ഏകദേശം 1.27%ലാണ് സെൻസെക്സും ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെ നമ്മൾ നോക്കിയാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാശ്മീർ യുദ്ധം ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഇപ്പം നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കുമായിരുന്നു പാകിസ്ഥാന്റെ യുദ്ധം ഇനി ഏത് ലെവലിലേക്ക് പോകും, അതേപോലെ തന്നെ ചൈനയുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള പിന്തുണയായിരിക്കും പാകിസ്ഥാന് കിട്ടുക എന്നൊക്കെ. പക്ഷെ എന്നാൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനയും തുർക്കിയും വന്നിട്ടുണ്ട്. അവരുടെ ആയുധങ്ങളെല്ലാം പാകിസ്ഥാന് നൽകാമെന്നും അങ്ങനെ പല പല പിന്തുണയുമായിട്ട് ചൈനയും തുർക്കിയും വന്നിട്ട് പോലും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായിട്ടുള്ള രീതിയിലാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു യുദ്ധത്തെ പറ്റി നമ്മൾ കൂടുതലായിട്ടും ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു യുദ്ധം അഫക്ട് ചെയ്താൽ പോലും ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ശക്തമായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഏകദേശം നവംബർ മുതൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു കറക്ഷൻ സ്റ്റേജിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ പോലെ ഒരു ട്രെൻഡ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം ഇനിയും കൂടുതലൊരു താഴ്ചയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് കൂടുതലായിട്ട് പോകാനില്ല. നമുക്ക് ചെറിയൊരു സൈഡ് വേസ് ടു ചെറിയൊരു കറക്ഷൻ കണ്ടാൽ പോലും വലിയ രീതിയിലേക്കുള്ള ഒരു കറക്ഷനിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇനി പോകത്തില്ല. അതിനെല്ലാം പിടിച്ചു നിർത്താൻ വേണ്ടി FISഉം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കഴിഞ്ഞ് കൂടുതൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ളവര് നല്ല രീതിയിൽ നമ്മുടെ ശക്തമായ ഒരു ബൈങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എനർജി, ഇൻഫ്ര, ഫാർമ സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2%-നോളം ഹൈക്ക് മിക്ക സ്റ്റോക്കുകളും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സെക്ടറിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് നമുക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ നോക്കുക, US നിന്ന് ജോബ് ഓപ്പണിംഗ് ഡാറ്റ റിലീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ, ഈ രണ്ട് ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കൊമോഡിറ്റി മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ടോപ്പ് ഗെയിനർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിലയൻസ് ആണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഏകദേശം 5.26%-ന്റെ ഹൈക്കാണ് റിലയൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ Q4 റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരുന്നു, വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. അതിന്റെ ഒരു ബേസിൽ തന്നെയാണ് റിലയൻസിൽ ഇത്ര ശക്തമായ ഒരു ബൈങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് ഒരു ഫാളാണ് ശ്രീറാം ഫിനാൻസിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. 5%-ന്റെ ഫാളാണ് ശ്രീറാം ഫിനാൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് 361 വാം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 പെർ ഷെയർ ആണ്, ₹6 പെർ ഷെയർ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1:1 ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു പ്രൈസുമായിട്ട് ടാലി ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബോണസ് ഷെയർ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും പ്രൈസിൽ ഒരു സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്നത്തെ Q4 റിസൾട്ട് നോക്കുവാണെങ്കിൽ ഇന്ന് ബജാജ് ഫിനാൻസ്, അതേപോലെ തന്നെ ബജാജ് ഫിൻസർ, ട്രെൻഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ BPCL, അംബുജ സിമെന്റ്, ഇത്ര കമ്പനീസിന്റെ Q4 റിസൾട്ട് വരുന്നുണ്ട്. ഫിൻനിഫ്റ്റിയിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് സ്റ്റോക്കുകളാണ് ബജാജ് ഫിനാൻസ് ആൻഡ് ബജാജ് ഫിൻസർവ്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റുകളൊക്കെ ഏകദേശം കുറെ രീതിയിൽ തീരുമാനിക്കുന്നത് ഈ ബജാജ് ഫിനാൻസ് ആൻഡ് ബജാജ് ഫിൻസർവിന്റെ Q4 റിസൾട്ടിലായിരിക്കും. അപ്പൊ ഫിൻനിഫ്റ്റിയിലൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഫിൻനിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവര് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവിന്റെയും
റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള ഓർഡറിലേക്കൊക്കെ പോകാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേപോലെയുള്ള ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പാടെ തന്നെ നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ആ ഡൗട്ടുകളെല്ലാം ഞങ്ങൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.